CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിക്കുന്നത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക് മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്. നമസ്കാരം, CCN വാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. വാക്കല്ല പ്രവൃത്തിയാണ് LDFന്റെ ശക്തിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. അലനല്ലൂരിൽ സംഘടിപ്പിച്ച LDF തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മലയാളം സിനിമ ഡയലോഗുകൾ നിറച്ചായിരുന്നു ബൃന്ദ കാരാട്ടിന്റെ പ്രസംഗം. ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് രാവിലെ മുളയ്ക്കുന്ന ചെടിയല്ല പൊതുപ്രവർത്തനമെന്ന് അബ്ദുസമദ് സംതാനി MP. അത്ഭുതം കാണിക്കാമെന്ന് പറഞ്ഞു വരുന്നവരെ വിശ്വസിക്കരുത്. മണ്ണാർക്കാട് മണ്ണിന്റെ പുത്രനാണ് ഷംസുദ്ദീൻ. രാഷ്ട്രീയത്തിൽ പ്രാദേശികവാദം ഉച്ചനീചത്വമാണെന്നും അബ്ദുസമദ് സംതാനി MP പറഞ്ഞു. CPIM ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോർണിംഗ് വാക്ക് വിത്ത് പ്രേംകുമാർ സംഘടിപ്പിച്ചു. നാടിന്റെ ജനകീയ കായിക സംസ്കാരത്തെ ശക്തിപ്പെടുത്തുന്നതിനും വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായിരുന്നു പരിപാടി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഉപയോഗിക്കാനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിച്ചു. ജില്ലയിലെ 16 മണ്ഡലങ്ങളുടെയും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലാണ് EVM കമ്മീഷനിംഗ് നടന്നത്. വേലസംഗമത്തിന്റെയും കൂട്ടിയെഴുന്നള്ളിപ്പിന്റെയും മനോഹാരിതയിൽ മാങ്ങോട് പൂരം. ക്ഷേത്ര തട്ടകത്തിൽ 4 ദേശങ്ങളിലെ ആഘോഷ കമ്മിറ്റികൾ അണിയിച്ചൊരുക്കിയ വർണ്ണവിസ്മയത്തിന് സാക്ഷ്യം വഹിക്കാൻ പതിനായിരങ്ങൾ ഒഴുകിയെത്തി. വാക്കല്ല പ്രവൃത്തിയാണ് LDFന്റെ ശക്തിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. അലനല്ലൂരിൽ സംഘടിപ്പിച്ച LDF തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മലയാളം സിനിമ ഡയലോഗുകൾ നിറച്ചായിരുന്നു ബൃന്ദ കാരാട്ടിന്റെ പ്രസംഗം. LDFന്റെ ശക്തി. For Congress only വാക്കല വാക്കല വാക്കല. പറയുന്നത് ചെയ്യും, ചെയ്യുന്നത് പറയും. പറയുന്നതേ ചെയ്യൂ, ചെയ്യുന്നതേ പറയൂ. That is us. അതാണ് നമ്മൾ. That is the LDF. അതാണ് LDF. ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി സ്ഥാനാർത്ഥി സഖാവ് മൻസിൽ അബൂബക്കറിനെ വിജയിപ്പിക്കുക. And I hope that in the coming election, Malayalam from like Tavalas, wherever there is a kursi, power, the Tamala will jump, jump, jump. That is what is happening. നോക്കൂ, എല്ലാ ഏരിയയിലും സംസ്ഥാനങ്ങളിലും എന്താണ് നടക്കുന്നത്? മധ്യപ്രദേശിൽ കോൺഗ്രസ് BJP ആയി ഭരണം കൊടുത്തു. ഛത്തീസ്ഗഡിൽ കോൺഗ്രസ് BJP ആയി ഭരണം കൊടുത്തു. ഗോവയിൽ കോൺഗ്രസ് BJP ആയി ഭരണം കൊടുത്തു. കേരളത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. തൃശ്ശൂരിൽ എങ്ങനെയാണോ സുരേഷ് ഗോപി MP ആയത്? കോൺഗ്രസിന്റെ ഏതാണ്ട് 1 ലക്ഷത്തോളം വോട്ട് BJPയിലേക്ക് പോയി. അവിടെ ഇടതുപക്ഷ സ്ഥാനാർത്ഥിക്ക് 15,000 വോട്ട് നമ്മൾ വർദ്ധിപ്പിക്കുമ്പോഴാണ് 1 ലക്ഷം വോട്ട് കോൺഗ്രസിന്റെ BJPയിലേക്ക് മാറി സുരേഷ് ഗോപി MP ആവുന്നത്. അത് തിരുവനന്തപുരത്ത് നമ്മൾ കണ്ടതാണ്. ഏതാണ്ട് 25 സീറ്റുകളിൽ കോൺഗ്രസിന്റെ വോട്ട് 1000-ൽ താഴെയായി വന്നു. അവിടെയെല്ലാം BJP ജയിച്ചു. അപ്പോൾ കോൺഗ്രസ് നേതാക്കൾ BJPയെ ജയിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. എവിടെ അധികാരത്തിന്റെ സംവിധാനങ്ങളുണ്ടോ തവളയെ പോലെ കോൺഗ്രസ് അങ്ങോട്ട് ചാടിക്കൊണ്ടിരിക്കുകയാണ്. അധികാരം ലക്ഷ്യമാക്കി അങ്ങനെയാണ് BJP വരുന്നത്. എന്നിട്ട് അവര് കേരളത്തിൽ വന്ന് നിങ്ങൾ ഡീലിനെ കുറിച്ച് പറയുകയാണ് കോൺഗ്രസിന്റെ നേതാക്കൾ. CCN മണ്ണാർക്കാട്. ഇന്നലത്തെ മഴയ്ക്ക് ഇന്നു രാവിലെ മുളയ്ക്കുന്ന ചെടിയല്ല പൊതുപ്രവർത്തനമെന്ന് അബ്ദുസമദ് സംതാനി MP. അത്ഭുതം കാണിക്കാമെന്ന് പറഞ്ഞു വരുന്നവരെ വിശ്വസിക്കരുത്. മണ്ണാർക്കാട് മണ്ണിന്റെ പുത്രനാണ് ഷംസുദ്ദീൻ. രാഷ്ട്രീയത്തിൽ പ്രാദേശികവാദം ഉച്ചനീചത്വമാണെന്നും അബ്ദുസമദ് സംതാനി MP പറഞ്ഞു. ഞാൻ പല സമയത്തും ഈ ഷംസുദ്ദീനെ ഞാൻ ഇവിടെ വെച്ചിട്ടുണ്ട്. നെഞ്ചത്ത് എന്തെങ്കിലും ഒരു കാര്യത്തിന് മനുഷ്യനെ ഫോൺ ചെയ്തിട്ടുണ്ടെങ്കിൽ ഇവിടെ മണ്ണാർക്കാട്ടെന്നേ ഞാൻ കേട്ടിട്ടുള്ളൂ. ഞാൻ ഷംസുദ്ദീനെ തിരൂർ കണ്ടിട്ടില്ല. കണ്ടാ വലിയ തെറ്റൊന്നുമല്ല. തിരൂർ ഇതൊക്കെ അടുത്ത് തന്നെ. അല്ലെങ്കിൽ ഈ എന്തൊരു ഇതാണോ രാഷ്ട്രീയം? അങ്ങനെയാണെങ്കിൽ എത്ര ഇടതുപക്ഷ സ്ഥാനാർത്ഥികൾ തെരഞ്ഞെടുപ്പിൽ രാഷ്ട്രീയം നിർത്തേണ്ടി വരും? നിങ്ങൾ നാട് വിട്ട് എത്ര അപ്പുറത്ത് പോയിട്ട് എത്ര ഇടതുപക്ഷക്കാര് പൊളിറ്റിക്സ് നിർത്തി വെക്കേണ്ടി വരും. തെരഞ്ഞെടുപ്പ് മാത്രമല്ല, ഈ വർത്തമാനങ്ങൾ പറയരുത്. നിങ്ങൾക്ക് ക്ഷീണമാണ്, ഭയങ്കര മോശമാണ്.
പ്രാദേശികത്വമൊന്നുമല്ലത്, അതൊരു തരം പരോഖ്യലിസമാണ്. പറയാൻ പാടില്ലാത്ത കാര്യമാണ്, ഉച്ചനീചത്വമാണ്. ഷംസു ഈ നാടിന്റെ മണ്ണാർക്കാട് മണ്ണിന്റെ പുത്രനാണ്. ഇവിടുത്തെ മണ്ണിന്റെ മനുഷ്യന്റെ മനം കവർന്ന ഒരു ജനപ്രതിനിധിക്ക് ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യാന്നുള്ളതാണ്. അത് ആത്മാർത്ഥമായിട്ട് ചെയ്യാന്നുള്ളതാണ്. അതിൽ നാട്യങ്ങളില്ലാതെ ചെയ്യാന്നുള്ളതാണ്. അതാണ് ഒരു പൊതുപ്രവർത്തകൻ. പ്രിയപ്പെട്ടവരെ, ഞാൻ പറഞ്ഞുകൊണ്ട് വന്നത് ശംസുദ്ദീൻ ഈ മണ്ണാർക്കാട് എന്ന് പറഞ്ഞാൽ വല്ലാത്തൊരു നാടാണ്. ഒരുപാട് പാരമ്പര്യമുള്ള നാടാണ്, ഒരുപാട് പ്രത്യേകതകളുള്ള നാടാണ്, വളരെ നല്ല മനുഷ്യന്മാരുള്ള നാടാണ്, ആത്മാർത്ഥതയുള്ള ആളുകളാണ്, നിലപാടുള്ള രാഷ്ട്രീയം അറിയുന്നവരാണ് മണ്ണാർക്കാട്ടുകാർ. ആരെങ്കിലും പെട്ടെന്ന് ഇറങ്ങി വന്ന് ആളുകളുടെ അങ്ങനെ ഒരു പൊതുപ്രവർത്തകൻ ഉണ്ടായി വരുന്നത് ഒരു സുപ്രഭാതത്തിലല്ല. ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് രാവിലെ മുളക്കുന്ന തുവരച്ചെടിയല്ല പൊതുപ്രവർത്തകൻ. അതൊരുപാട് ഘട്ടങ്ങളിലൂടെ കടന്നു പോയിട്ട് വരുന്നതാണ്. ശംസുദ്ദീനെ ഞാൻ MSF കാലം മുതൽ ഞാനൊക്കെ അറിയുന്ന, ഞാൻ MSFന്റെ പ്രവർത്തകനായിരുന്നു. ഞാൻ MSFന്റെ സംസ്ഥാന കമ്മിറ്റി മെമ്പറായിരുന്നു. ഞാൻ മണ്ഡലം യൂത്ത് ലീഗിന്റെ പ്രസിഡന്റായിരുന്നു. കുഞ്ഞാലിസായി മത്സരിക്കുന്ന കഴിഞ്ഞ ദിവസവും അവിടെ പോയപ്പോൾ ഉബൈദിന്റെ വേദിയിൽ ഞാൻ പറഞ്ഞു, ഞാൻ പ്രസിഡന്റ്, ഉബൈദ് സെക്രട്ടറി ആയിരുന്നു. ഞാൻ ഈ മണ്ണാർക്കാട് എന്ന് കേൾക്കുമ്പോൾ എന്റെ മനസ്സിൽ ആദ്യം വരെ ദാസേട്ടന്റെ പാട്ടാണ്. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. എപ്പോഴും എത്ര കാലം കഴിഞ്ഞാലും മനസ്സിന്ന് പോകാത്ത ഈ തവണ വോട്ടെണ്ണുമ്പോ ശംസുദ്ദീന്റെ ഭൂരിപക്ഷം അങ്ങനെ ആയിരിക്കണം. ഒരു പൂരത്തിന്റെ വർണ്ണശബളിമയ. മാർഗഴിയിൽ മല്ലിക പൂത്താൽ മണ്ണാർക്കാട് പൂരം, മണ്ണാർക്കാട് പൂരം. ആ പാട്ട് വളരെ ശ്രദ്ധിച്ചിട്ട് വേണം കേൾക്കാൻ. അതിൽ ഓരോ വാക്കും പഴയ മലയാളമാണ്. മണ്ണാർക്കാട്ടെ അടിസ്ഥാന വർഗത്തിൽപ്പെട്ട ആളുകൾ പാടേണ്ട വാക്കുകളാണ് അതിലോരോന്നുള്ളത്. കണ്ണേ നിൻ കൈ പിടിച്ച് കാവ് ചുറ്റണ നേരം, ചിന്നക്കട പെരിയ കട സിന്ദൂരക്കട കേറാം, ചിന്നക്കട പെരിയ കട സിന്ദൂരക്കട കേറാം. ഒക്കെ പഴയതാണ്. നമ്മുടെ പഴയത് നമുക്ക് നിലനിർത്തണം. പുതിയ ലോകത്തേക്ക് കടക്കുകയും വേണം. പാരമ്പര്യം വേണം, പരിവർത്തനം വേണം. അതാണ് നമ്മുടെ നാട് ആവശ്യപ്പെടുന്നത്. ആ പാരമ്പര്യമാണ് ഈ മൈത്രി. ആ മൈത്രി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഇത്തവണ തിരുവനന്തപുരത്ത് പുതിയ ഗവൺമെന്റ് വരുമ്പോൾ CCN മണ്ണാർക്കാട്. CPIM ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോർണിംഗ് വാക്ക് വിത്ത് പ്രേംകുമാർ സംഘടിപ്പിച്ചു. നാടിന്റെ ജനകീയ കായിക സംസ്കാരത്തെ ശക്തിപ്പെടുത്തുന്നതിനും വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായിരുന്നു പരിപാടി. കായിക വകുപ്പിന്റെയും MLA ഫണ്ടിന്റെയും സഹായത്തോടെ നവീകരിച്ച ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലത്ത് നിന്നാണ് പ്രഭാത നടത്തം ആരംഭിച്ചത്. ശ്രീകൃഷ്ണപുരം ഗ്രാമപഞ്ചായത്ത് കളിസ്ഥലത്ത് നിന്ന് ആരംഭിച്ച് ചന്തപ്പുര മണ്ണമ്പറ്റ റോഡ് വരെയായിരുന്നു നടത്തം. നാടിന്റെ കായിക പുരോഗതിക്കായി നടപ്പിലാക്കുന്ന പദ്ധതികളെക്കുറിച്ചും കായിക പ്രേമികളുടെ ആവശ്യങ്ങളെക്കുറിച്ചും MLA പരിപാടിക്കിടെ സംസാരിച്ചു. ഞാൻ MLA ആയി തിരഞ്ഞെടുക്കുന്ന സമയത്ത് പാലക്കാട് ജില്ലാ സ്പോർട്സ് കൗൺസിലിൻ്റെ പ്രസിഡൻ്റായിരുന്നു. ആ നിലയിൽ കൂടിയുള്ള ഒരു താല്പര്യം കായിക രംഗത്തോട് കൃത്യമായി ആഭിമുഖ്യം കാണിക്കാനും അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകാനും എല്ലാം പരിശ്രമിച്ചിട്ടുണ്ട്. സംസ്ഥാനത്തെ ആദ്യത്തെ ഭിന്നശേഷി സൗഹൃദ ഇൻഡോർ സ്റ്റേഡിയവും ഒറ്റപ്പാലം മണ്ഡലത്തിലാണ്. ശ്രീകൃഷ്ണപുരം പോലെ ആകെ 4 കളിസ്ഥലങ്ങളാണ് നിലവിൽ പൂർത്തീകരിച്ചു കഴിഞ്ഞത്. പൂക്കോട്ടുകാവിലെ മുന്നർക്കോട്, അമ്പലപ്പാറ പഞ്ചായത്ത് കളിസ്ഥലം, ലക്കിടിപേരൂർ പഞ്ചായത്ത് കളിസ്ഥലം എന്നിവയുടെ എല്ലാം പൂർത്തീകരണം കഴിഞ്ഞ് അതിൻ്റെ ഉദ്ഘാടനം കഴിഞ്ഞിരിക്കുകയാണ്. നമ്മുടെ നാടിൻ്റെ ജനകീയ കായിക സംസ്കാരത്തെ ശക്തിപ്പെടുത്താനുള്ള പ്രവർത്തനങ്ങളും കൂടി ഭാഗമായിട്ടാണ് പ്രഭാത നടത്തവും നാടിൻ്റെ വികസന സ്വപ്നങ്ങളെ സംബന്ധിച്ചിട്ടുള്ള ചർച്ചകളും ഒക്കെയായിട്ട് ഇവിടെ നിന്ന് ആരംഭിക്കുന്നത്. എല്ലാവരെയും ഇതിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. അഭിവാദ്യങ്ങൾ. CPIM പ്രാദേശിക നേതാക്കളും വിവിധ കായിക സംഘടനകളുടെ പ്രതിനിധികളും പ്രഭാത നടത്തത്തിൽ പങ്കെടുത്തു. CCN കടമ്പഴിപ്പുറം.
നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഉപയോഗിക്കാനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിച്ചു. ജില്ലയിലെ 16 മണ്ഡലങ്ങളുടെയും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലാണ് EVM കമ്മീഷനിംഗ് നടന്നത്. അതാത് നിയമസഭാ മണ്ഡലങ്ങളുടെ ചുമതലയുള്ള റിട്ടേണിംഗ് ഓഫീസർ, അസിസ്റ്റന്റ് റിട്ടേണിംഗ് ഓഫീസർ എന്നിവരുടെ നേതൃത്വത്തിൽ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളുടെ സാന്നിധ്യത്തിലാണ് കമ്മീഷനിംഗ് നടന്നത്. സ്ഥാനാർത്ഥികളുടെ പേര്, ചിഹ്നം, ഫോട്ടോ എന്നിവയടങ്ങിയ ബാലറ്റ് ലേബലുകൾ EVM ബാലറ്റ് യൂണിറ്റുകളിൽ പതിച്ച് സീൽ ചെയ്യുന്നതാണ് കാൻഡിഡേറ്റ് സൈറ്റിംഗ് പ്രക്രിയ. കമ്മീഷനിംഗിന് ശേഷം സ്ട്രോങ് റൂമിൽ സൂക്ഷിക്കുന്ന വോട്ടിംഗ് യന്ത്രങ്ങൾ പോളിംഗ് ദിവസത്തിന്റെ തലേന്ന് ഉദ്യോഗസ്ഥർക്ക് വിതരണം ചെയ്യും. മലപ്പുറം ഗവൺമെന്റ് കോളേജിലെ EVM കമ്മീഷനിംഗ് ജില്ലാ കളക്ടർ ഡോക്ടർ വിനയ് ഗോയൽ, ജില്ലാ പോലീസ് മേധാവി ചൈത്ര തെരേസ ജോൺ, പൊതുനിരീക്ഷകൻ MP രാജേഷ് ഗൌഡ എന്നിവർ സന്ദർശിച്ചു. വേങ്ങര, തിരൂരങ്ങാടി, വള്ളിക്കുന്ന് മണ്ഡലങ്ങളുടെ EVM കമ്മീഷനിംഗ് നടക്കുന്ന കേന്ദ്രങ്ങളും പോസ്റ്റൽ ബാലറ്റ് സൂക്ഷിക്കുന്ന സ്ട്രോങ് റൂമും ജില്ലാ കളക്ടർ സന്ദർശിച്ചു. CCN മലപ്പുറം. വേലസംഗമത്തിന്റെയും കൂട്ടിയെഴുന്നള്ളിപ്പിന്റെയും മനോഹാരിതയിൽ മാങ്ങോട് പൂരം. ക്ഷേത്ര തട്ടകത്തിൽ 4 ദേശങ്ങളിലെ ആഘോഷ കമ്മിറ്റികൾ അണിയിച്ചൊരുക്കിയ വർണ്ണവിസ്മയത്തിന് സാക്ഷ്യം വഹിക്കാൻ പതിനായിരങ്ങൾ ഒഴുകിയെത്തി. പാനച്ചടങ്ങുകൾക്കു ശേഷം വിവിധ ദേശങ്ങളിൽ നിന്നുള്ള വേലകൾ വാദ്യഘോഷത്തിന്റെയും നാടൻ കലാരൂപങ്ങളുടെയും അകമ്പടിയിൽ വൈകിട്ടോടെ ക്ഷേത്രത്തിലേക്ക് പുറപ്പെട്ടു. മാങ്ങോട് പടിഞ്ഞാറൻ വേലയിലെ കുതിര കുമ്മാട്ടി വേലകൾ വെളിച്ചപ്പാടിന്റെ അകമ്പടിയിൽ ക്ഷേത്രത്തിൽ പ്രവേശിച്ചതോടെ പകൽ പൂരത്തിന് തുടക്കമായി. തുടർന്ന് വീരമംഗലം തെക്കൻ വേലയിലെയും വെള്ളിനേഴി വടക്കൻ വേലയിലെയും അവസാനം ചമ്മന്നൂർ കിഴക്കൻ വേലയിലെയും കുതിര കുമ്മാട്ടി വേലകൾ കീഴ്വഴക്ക പ്രകാരം ക്ഷേത്രത്തിൽ പ്രവേശിച്ചു. തിറാപ്പൂതൻ കളിയും ആവേശമായി. നാലു ദേശങ്ങളിലെയും വേലകളുടെ കൂട്ടിയെഴുന്നള്ളിപ്പിൽ തലയെടുപ്പുള്ള ഗജവീരന്മാർ അണിനിരന്നു. മാങ്ങോട് പടിഞ്ഞാറൻ വേലയുടെ 7 ആന എഴുന്നള്ളിപ്പിൽ തെച്ചിക്കോട്ടുകാവ് രാമചന്ദ്രനും, വീരമംഗലം തെക്കൻ വേലയുടെ 5 ആന എഴുന്നള്ളിപ്പിൽ ഊട്ടോളി രാമനും, വെള്ളിനേഴി വടക്കൻ വേലയുടെ ആന എഴുന്നള്ളിപ്പിൽ ചിറക്കൽ കാളിദാസനും, ചമ്മന്നൂർ കിഴക്കൻ വേലയുടെ 5 ആന എഴുന്നള്ളിപ്പിൽ ഗുരുവായൂർ രാജശേഖരനും തിടമ്പേറ്റി. കല്ലൂർ ഉണ്ണികൃഷ്ണമാരാർ നയിക്കുന്ന മേളത്തോടെ എഴുന്നള്ളിപ്പുകൾ ഓരോന്നും ക്രമപ്രകാരം കാവേരി ഭഗവതിയെ പ്രണമിച്ചു മടങ്ങിയതോടെ പകൽ പൂരത്തിന് സമാപനമായി. പടിഞ്ഞാറൻ ദേശത്തെ എഴുന്നള്ളിപ്പാണ്
രാമേന്ദ്രൻ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കാൻ ഒരുങ്ങുന്നു. ആഘോഷ കമ്മിറ്റിയോട് സംബന്ധിച്ച തെക്കമ്പൂർ ആഘോഷ കമ്മിറ്റിയുടെ എല്ലാ പ്രവർത്തകർക്കും ആഘോഷ കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. കൂട്ടൂര് രാമൻ ക്ഷേത്രത്തിനകത്തേക്ക് പ്രവേശിക്കുന്നു. ഞങ്ങളോട് പറയുന്ന തെക്കമ്പേരയുടെ ഭാരവാഹികൾക്കും എല്ലാ നല്ലവരായ ജനങ്ങൾക്കും ആഘോഷ കമ്മിറ്റിയുടെ നന്ദിയും കടപ്പാടും അറിയിച്ചു കൊള്ളുന്നു. CCN ചെർപ്പുളശ്ശേരി. ചെത്തലൂർ പനംകുരിശി ഭഗവതി ക്ഷേത്രത്തിലെ പൂരാഘോഷം ഭക്തി നിർഭരമായ ചടങ്ങുകളോടെ സമാപിച്ചു. ക്ഷേത്ര ശ്രീകോവിലിന്റെ പുനർനിർമ്മാണ പ്രവർത്തനങ്ങൾ നടന്നു വരുന്നതിനാൽ ഇത്തവണ ലളിതമായ രീതിയിലായിരുന്നു ആഘോഷങ്ങൾ സംഘടിപ്പിച്ചത്. തിങ്കളാഴ്ച വൈകിട്ട് ആന, ചെണ്ടവാദ്യം, വിവിധ തിറകൾ എന്നിവയുടെ അകമ്പടിയോടെ ശിവശൈലേശ്വരം ക്ഷേത്രത്തിലേക്ക് എഴുന്നള്ളിപ്പ് നടന്നു. വൈകിട്ട് 6 മണിയോടെ പൂരം കൊട്ടിയിറങ്ങി. തുടർന്ന് ശിവക്ഷേത്ര ദർശനവും ക്ഷേത്ര പ്രദക്ഷിണവും പൂർത്തിയാക്കി തിരിച്ചെഴുന്നള്ളിപ്പും നടന്നു. ചൊവ്വാഴ്ച വൈകിട്ട് 5 മണിക്ക് ആറാട്ടുകടവിൽ നടന്ന പുഴയ്ക്കൽ ആറാട്ടോടെയാണ് ആഘോഷങ്ങൾക്ക് സമാപനമായത്. ആറാട്ടിനു ശേഷം ക്ഷേത്രത്തിൽ തിരിച്ചെത്തി കൊടിയിറക്കത്തോടെ ഈ വർഷത്തെ പൂരച്ചടങ്ങുകൾ അവസാനിച്ചു. പൂരാഘോഷത്തിന്റെ ഭാഗമായി വലിയ ആറാട്ട്, ചെറിയ ആറാട്ട് എന്നിവയും നടന്നു. തിയന്നൂർ മന ശ്രീധരൻ നമ്പൂതിരിപ്പാട്, മേൽശാന്തി കറുത്തേടത്ത് മന ശങ്കരനാരായണ നമ്പൂതിരി എന്നിവർ ക്ഷേത്ര ചടങ്ങുകൾക്ക് നേതൃത്വം നൽകി. CCN ചത്തല്ലൂർ. നിയമസഭാ തിരഞ്ഞെടുപ്പിന്റെ മാതൃകാ പെരുമാറ്റച്ചട്ട ലംഘനം കർശനമായി തടയാൻ മലപ്പുറം ജില്ലയിൽ ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡ് പരിശോധന തുടരുന്നു. ഇതിന്റെ ഭാഗമായി ഇതുവരെ പൊതു ഇടങ്ങളിലും സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിലുമായി അനധികൃതമായി സ്ഥാപിച്ച 53,257 പ്രചാരണ സാമഗ്രികൾ നീക്കം ചെയ്തു. പൊതു ഇടങ്ങളിലെ രാഷ്ട്രീയ പാർട്ടികളുടെ 403 ചുവരെഴുത്തുകൾ, 42,184 പോസ്റ്ററുകൾ, 4,564 ബാനറുകളും ബോർഡുകളും കൊടികൾ ഉൾപ്പെടെയുള്ള 5,630 മറ്റു പ്രചാരണ സാമഗ്രികൾ എന്നിവയടക്കം ആകെ 52,781 പ്രചാരണ സാമഗ്രികൾ പൊതു ഇടങ്ങളിൽ നിന്ന് നീക്കം ചെയ്തു. സ്വകാര്യ വ്യക്തികളുടെ സ്ഥലങ്ങളിൽ സ്ഥാപിച്ച രാഷ്ട്രീയ പാർട്ടികളുടെ 67 ചുവരെഴുത്തുകൾ, 130 പോസ്റ്ററുകൾ, 65 ബാനറുകളും ബോർഡുകളും കൊടികൾ ഉൾപ്പെടെയുള്ള 214 തിരഞ്ഞെടുപ്പ് പ്രചാരണ സാമഗ്രികൾ അടക്കം 476 അനധികൃത പ്രചാരണ സാമഗ്രികളാണ് നീക്കം ചെയ്തത്. പൊതുയിടങ്ങളിലെ പെരുമാറ്റച്ചട്ട ലംഘനത്തിന്റെ പേരിൽ 119 കേസ് രജിസ്റ്റർ ചെയ്തു. ഒരു വ്യക്തിയുടെയും ഭൂമി, കെട്ടിടം, മതിൽ മുതലായവയിൽ അയാളുടെ രേഖാമൂലമുള്ള അനുവാദമില്ലാതെ കൊടിമരം സ്ഥാപിക്കൽ, ചുവരെഴുത്തുകൾ നടത്തുക, പോസ്റ്ററുകൾ പതിക്കുക, ബാനറുകൾ കെട്ടുക, കൊടിത്തോരണങ്ങൾ സ്ഥാപിക്കുക, മുദ്രാവാക്യങ്ങൾ എഴുതൽ തുടങ്ങിയ നിയമലംഘനങ്ങൾക്കെതിരെയാണ് ആന്റി ഡിഫേസ്മെന്റ് സ്ക്വാഡിന്റെ നേതൃത്വത്തിൽ കർശന നടപടികൾ എടുക്കുന്നത്. CCN മലപ്പുറം.
ആലിപ്പറമ്പ് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിന്റെ 121 വാർഷികാഘോഷം വിപുലമായ പരിപാടികളോടെ സംഘടിപ്പിച്ചു. സ്കൂൾ അങ്കണത്തിൽ നടന്ന ചടങ്ങ് പ്രിൻസിപ്പൽ ഹൈദ്രോസ് കോയ തങ്ങൾ ഉദ്ഘാടനം ചെയ്തു. കുട്ടികൾ ഏറെ പ്രയാസപ്പെട്ടാണ് ഈ പരീക്ഷകൾക്കിടയിലും പരിശീലനങ്ങൾ നടത്തി ഇവിടെ പ്രോഗ്രാമുകൾ അവതരിപ്പിക്കാൻ റെഡിയായിട്ടുള്ളത്. എത്രയും വേഗം അവർക്ക് വേദി നമുക്കതിന് സജ്ജീകരിക്കേണ്ടതുണ്ട്. ഇങ്ങനെ കൊച്ചു കലാകാരന്മാർ തീർത്ത വലിയ മഹാ അത്ഭുതങ്ങളാണ് യഥാർത്ഥത്തിൽ ലോകത്തെ കൂട്ടിയിണക്കുന്നത്, സമൂഹത്തെ കൂട്ടിയിണക്കുന്നത്, മതങ്ങളെ കൂട്ടിയിണക്കുന്നത്. സംഗീതത്തിനും കലക്കും നൃത്തത്തിനുമൊന്നും ഒരു തരത്തിലുള്ള വിവേചനങ്ങളില്ല. എല്ലാ അതിർത്തികളും. വിവിധ മേഖലകളിൽ മികവ് തെളിയിച്ച പ്രതിഭകളെ ചടങ്ങിൽ ആദരിച്ചു. ഫ്ലവേഴ്സ് ടോപ്പ് സിംഗർ താരം ശ്രീധ വൈഷ്ണ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മിസ്റ്റർ കേരള കെ മുഹമ്മദ് ജിംഷാദ്, നീറ്റ് പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ പി നാജിയ എന്നിവരെ ചടങ്ങിൽ ആദരിച്ചു. ഏഴാം ക്ലാസ്സിലെ പൊതുപരീക്ഷയായ PTA പ്രസിഡന്റ് അബ്ദുൾ റസാഖ് അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഹെഡ് മിസ്ട്രസ് പി ജിഷ സ്വാഗതം പറഞ്ഞു. SMC ചെയർമാൻ ബാലകൃഷ്ണൻ, കബീർ, MPTA പ്രസിഡന്റ് പ്രിയ രതീഷ് തുടങ്ങിയവർ ആശംസകൾ അർപ്പിച്ച് സംസാരിച്ചു. കണ്ണൻ ദേവൻ നന്ദി രേഖപ്പെടുത്തി. ചടങ്ങുകൾക്കു ശേഷം സ്കൂളിലെ വിദ്യാർത്ഥികൾ അവതരിപ്പിച്ച വൈവിധ്യമാർന്ന കലാപരിപാടികളും അരങ്ങേറി. CCN പെരിന്തൽമണ്ണ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. വാക്കല്ല പ്രവൃത്തിയാണ് LDFന്റെ ശക്തിയെന്ന് CPIM പോളിറ്റ് ബ്യൂറോ അംഗം ബൃന്ദ കാരാട്ട്. അലനല്ലൂരിൽ സംഘടിപ്പിച്ച LDF തിരഞ്ഞെടുപ്പ് പൊതുയോഗം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അവർ. മലയാളം സിനിമ ഡയലോഗുകൾ നിറച്ചായിരുന്നു ബൃന്ദ കാരാട്ടിന്റെ പ്രസംഗം. ഇന്നലത്തെ മഴയ്ക്ക് ഇന്ന് രാവിലെ മുളയ്ക്കുന്ന ചെടിയല്ല പൊതുപ്രവർത്തനമെന്ന് അബ്ദുസമദ് സംതാനി MP. അത്ഭുതം കാണിക്കാമെന്ന് പറഞ്ഞു വരുന്നവരെ വിശ്വസിക്കരുത്. മണ്ണാർക്കാട് മണ്ണിന്റെ പുത്രനാണ് ഷംസുദ്ദീൻ. രാഷ്ട്രീയത്തിൽ പ്രാദേശികവാദം ഉച്ചനീചത്വമാണെന്നും അബ്ദുസമദ് സംതാനി MP പറഞ്ഞു. CPIM ശ്രീകൃഷ്ണപുരം ലോക്കൽ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ മോർണിംഗ് വാക്ക് വിത്ത് പ്രേംകുമാർ സംഘടിപ്പിച്ചു. നാടിന്റെ ജനകീയ കായിക സംസ്കാരത്തെ ശക്തിപ്പെടുത്തുന്നതിനും വികസന സ്വപ്നങ്ങൾ പങ്കുവയ്ക്കുന്നതിനുമായിരുന്നു പരിപാടി. നിയമസഭാ തിരഞ്ഞെടുപ്പിൽ മലപ്പുറം ജില്ലയിൽ ഉപയോഗിക്കാനുള്ള ഇലക്ട്രോണിക് വോട്ടിംഗ് യന്ത്രങ്ങളുടെ കമ്മീഷനിംഗ് ജില്ലയിലെ വിവിധ കേന്ദ്രങ്ങളിലായി ആരംഭിച്ചു. ജില്ലയിലെ 16 മണ്ഡലങ്ങളുടെയും സ്വീകരണ വിതരണ കേന്ദ്രങ്ങളിലാണ് EVM കമ്മീഷനിംഗ് നടന്നത്. വേലസംഗമത്തിന്റെയും കൂട്ടിയെഴുന്നള്ളിപ്പിന്റെയും മനോഹാരിതയിൽ മാങ്ങോട് പൂരം. ക്ഷേത്ര തട്ടകത്തിൽ 4 ദേശങ്ങളിലെ ആഘോഷ കമ്മിറ്റികൾ അണിയിച്ചൊരുക്കിയ വർണ്ണവിസ്മയത്തിന് സാക്ഷ്യം വഹിക്കാൻ 10,000 ഒഴുകിയെത്തി. ഇതോടെ CCN വാർത്തകൾ സമാപിക്കുന്നു. നമസ്കാരം. CCN വാർത്തകൾ നിങ്ങൾക്കായി സമർപ്പിച്ചത് കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
മണ്ണാർക്കാടിനെ മാറോടണച്ച നാടിന്റെ സ്വന്തം ബാങ്ക്. മണ്ണാർക്കാട് റൂറൽ സർവീസ് സഹകരണ ബാങ്ക്.